കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. മാതാപിതാക്കൾ മക്കൾക്ക് എന്നും ഒരു അനുഗ്രഹമാണ്. അത് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രാഹത്തിനോട് പറയുന്നുണ്ട്, അബ്രാഹം, നീ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് 3 തലമുറകളെയാണ്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കാരണം? ദൈവത്തിൻ്റെ വാഗ്ദാനം ശിരസ നിർവഹിച്ച മക്കളാണവർ. അബ്രാഹത്തിന് ദൈവം കൊടുത്ത വരം, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അവൻ്റെ മക്കൾക്ക് അവൻ കൊടുത്തതും ഈ അനുഗ്രഹങ്ങൾ അവന് വഴികാട്ടിയായി, മക്കൾക്കും വഴികാട്ടിയായി. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ മക്കളുടെ മുൻപിൽ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അവർക്ക് എന്നും സംരക്ഷകനാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ വിജയം വരിക്കുമെന്നുള്ള അബോധ്യമാണ്. തോബിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ തോബിയാസ് തൻ്റെ മകനെ പറഞ്ഞയക്കുകയാണ്. തോബീത്ത് തൻ്റെ മകനെ പറഞ്ഞയക്കുകയാണ്. ആ മകനെ പറഞ്ഞയക്കുമ്പോൾ തോബീത്ത് തൻ്റെ മകനോട് പറയുന്ന ഒരു വചനം ഇതാണ്. തോബീത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 16-ാമത്തെ തിരുവചനം: ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും. അതായത് ദൈവം ഉന്നതത്തിലാണെങ്കിലും ഭൂമിയിലെ മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ അവൻ്റെ വഴിയിൽ അവനെ വഴി നടത്തുന്നൊരു ദൈവമുണ്ട്. അവൻ്റെ മാർഗങ്ങളിലെല്ലാം ദൈവം കൂടെയുണ്ടാകും. അവൻ്റെ പരിശ്രമങ്ങളെ ദൈവം വിജയിപ്പിക്കും. അങ്ങനെ ഉന്നതത്തിലെ ദൈവം നമ്മെ ഉന്നതിയിലേക്ക് നയിക്കുന്നൊരു ദൈവമാണ്. ഉന്നതത്തിലുള്ള ദൈവം മനുഷ്യനെ ഉന്നതിയിലേക്ക് നയിക്കുമെന്നുള്ള വിശ്വാസം ആ പിതാവിനുണ്ട്. എന്നിട്ട് ആ പിതാവ് മകനോട് പറയുകയാണ്, അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും. എന്തൊരു വിശ്വാസമാണത്! മകനെ പറഞ്ഞയക്കുമ്പോൾ പറയുകയാണ്, ആ ദൂതൻ നിന്നെ കാത്തുകൊള്ളും. പ്രിയമുള്ളവരെ, ഇന്ന് മാതാപിതാക്കൾ മക്കളെ ദൂര സ്ഥലത്തേക്ക് പഠിപ്പിക്കുവാനോ ജോലിക്കോ പറഞ്ഞയക്കുമ്പോൾ വിശ്വാസമുള്ള മാതാപിതാക്കളുടെ മക്കൾ എന്നും തളരാതെ, അവരേതാപത്തും അവരെ കടന്നു പിടിക്കാതെ അവരെ രക്ഷിക്കും. ഈ അപ്പൻ്റെ ഒരു വിശ്വാസം, അബ്രാഹത്തിന് തൻ്റെ മക്കളിലുണ്ടായിരുന്ന ആ ഒരു വലിയൊരു വിശ്വാസം, ആ ദൈവം അനുഗ്രഹിച്ച് ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വലിയൊരു ബോധ്യവും വിശ്വാസവും ഉണ്ടാകട്ടെ. മക്കളുടെ വഴികളിൽ, അവരുടെ പഠനങ്ങളിൽ, തൊഴിൽ മേഖലകളിൽ കർത്താവ് എന്നും അനുഗ്രഹമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാണികളാൽ കുരിശിന്മേൽ ബന്ധിതനായൊരു കർത്താവേ, പീഡകളങ്ങനെ നീയേൽക്കാൻ ഞാനും കാരണമായല്ലോ. മൂന്നാണികളാൽ കുരിശിന്മേൽ ബന്ധിതനായൊരു കർത്താവേ, പീഡകളങ്ങനെ നീയേൽക്കാൻ ഞാനും കാരണമായല്ലോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.